ഒരു ദിവസം ഭയങ്കര സ്നേഹം, അടുത്ത ദിവസം ഒരു മൈൻഡും ഇല്ല. ഒരു ദിവസം ഡിസ്റ്റൻസ്, ഒരു ദിവസം ഭയങ്കര ക്ലോസ്, ഒരു ദിവസം ഭയങ്കര അറ്റാച്ച്ഡ്, അടുത്ത ദിവസം ആരാ. ഈ ഒരു അവസ്ഥയിൽ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നന്നായിട്ട് സൂക്ഷിക്കണം. ഒരു നാർസിസിസ്റ്റിക് ബിഹേവിയർ ഉള്ള ഒരാളുടെ കൂടെ ആയിരിക്കും നിങ്ങൾ ജീവിക്കുന്നത്. ഇവരുടെ ഒരു പ്രധാന ഹോബിയാണിത്, ഒരു പുഷ് പുൾ സൈക്കിൾ എന്ന് പറയും. ഇത് ഒരിക്കലും നിങ്ങളോടുള്ള സ്നേഹമല്ല, ഇത് മുഴുവനും നിങ്ങളുടെ മനസ്സിലൊരു കൺഫ്യൂഷനാണ് തരുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, റിലേഷൻഷിപ്പ് ഹെൽത്തി ആണെങ്കിൽ അവിടെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. മുഴുവനും കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക, നിങ്ങളവിടെ നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ക്ലാരിറ്റി ഇല്ല എന്നും പറഞ്ഞ് ഈ നാർസിസ്റ്റിനോട് തന്നെ പോയിട്ട് ക്ലാരിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടും. കാരണം അവരാണ് ഓൾറെഡി നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് നിർത്തിയിട്ടുള്ളത്. സോ നല്ല ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ക്ലാരിറ്റി ഉണ്ടാവും. കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അത് കൺട്രോൾ ആണ്. ലവ് ഈസ് ഈക്വൽ ടു ക്ലാരിറ്റി, കൺഫ്യൂഷൻ ഈസ് ഈക്വൽ ടു കൺട്രോൾ. ഈ ഒരു കാര്യം മൈൻഡിൽ വെച്ചുകൊണ്ട് മാത്രം റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുക. ഇതേ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെന്നൊരു ഡൗട്ടുള്ള ആളോട് പോയിട്ട് ഇത് ഷെയർ ചെയ്യാനും ചോദിക്കാനും നിൽക്കരുത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരാളോട്, നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളുമായിട്ട് ഷെയർ ചെയ്ത് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. റിയാലിറ്റി ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. ഈ ഒരു അവസ്ഥ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യ്. കണ്ടന്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.